അറബികളോട് പടവെട്ടേണ്ടി വന്നിട്ടില്ല. അറബികൾ വന്നിട്ട് ഈ നാടിന് സംസ്കാരം കൊടുത്തു. എല്ലാ സംസ്കാരവും മുണ്ടുടുക്കാൻ സമൂഹത്തെ പഠിപ്പിച്ചു, കുപ്പായം ധരിക്കാൻ സമൂഹത്തെ പഠിപ്പിച്ചു, ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ചു. ഭൗതികമായി സമൂഹത്തിന് രാജ്യത്തിന് കൊടുത്ത നേട്ടം എന്തിനധികം. ഇസ്ലാമിന്റെ ചരിത്രം മാറ്റിവെച്ച് KV കൃഷ്ണയ്യർ എഴുതിയ ചരിത്ര പുസ്തകം എടുക്ക്. KV കൃഷ്ണയ്യർ എഴുതി ദ അറബ്സ്, അറബികൾ not only made Calicut the greatest port of the west coast of India, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് 1-ാം നമ്പർ തുറമുഖമാക്കി കോഴിക്കോടിനെ മാറ്റി എന്ന് മാത്രമല്ല, they spread the name and fame of Zamor into Europe. ഞങ്ങളെ രാജാവ് സാമുദ്രിപ്പാടിന്റെ നെയിമും ഫെയിമും പേരും പ്രശസ്തിയും യൂറോപ്പിലെത്തിച്ചു അറബികൾ ഇന്ത്യക്ക് ചെയ്ത നേട്ടം. KV കൃഷ്ണയ്യർ എഴുതുന്നത് മുസ്ലിങ്ങളല്ല, നമ്മുടെ ഈ രാജ്യത്തിന് കൊടുത്ത സംഭാവന. പൗരത്വത്തിന്റെ ആക്ടും കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നവർ പഠിക്കണം. ഈ നാടിന്റെ സംസ്കാരത്തിൽ ഇസ്ലാമിന്റെ മക്കളുടെ വളരെ വ്യക്തമായ സാംസ്കാരിക അംശങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ സാംസ്കാരിക അംശത്തെ പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കുമാവില്ല. ആ സാംസ്കാരികത പഠിച്ചു നിർത്താൻ കഴിയില്ല. അത് രാജ്യത്തിന്റെ സംസ്കാരമാണ്, അത് നാടിന്റെ സംസ്കാരമാണ്. ഇന്ത്യ ഉൾക്കൊണ്ട സംസ്കാരങ്ങളിൽ കോടതി വ്യവഹാരങ്ങളിൽ ആമീൻ മുതൽ തഹസീൽദാർ മുതൽ അവിടുത്തെ ഒരുപാട് നടപടിക്രമങ്ങൾ അറബി ഭാഷയാണ്. ആ ഭാഷ പോലും ഇന്ത്യക്ക് കൊടുത്തത് ഇവിടെ കടന്നു വന്ന മുസ്ലിം സമൂഹം തന്നെയാണ്. അത് ഉൾക്കൊള്ളാനാണ് ഇന്ത്യ. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം പേരുകളും മുസ്ലിം പദങ്ങളും ഇസ്ലാമികമായ ഭാഷാ ദാനങ്ങളും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു കോടതി വ്യവഹാരം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. രാജ്യത്തിന്റെ സാംസ്കാരികതയിൽ നിന്നും മുസ്ലിങ്ങളെ പോലെ ഹിന്ദുക്കളെയും മാറ്റി നിർത്താൻ കഴിയില്ല, ഇവിടുത്തെ അടിയാളന്മാരായ വർഗത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, നമ്മൾ എന്താവും, നമുക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തെ കുറിച്ച് പറഞ്ഞു. നബിയെ, ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വഹൻ എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ജനസമൂഹത്തെ സംബന്ധിച്ച് ഹുബ്ബുദ്ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്. അതാണ് മഖ്ദൂം തങ്ങൾ വിശദീകരിക്കുന്നത്. സമയക്കുറവുണ്ട്, 10:15 നിർത്തുന്ന രീതിയിലാണ് നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തും കൃത്യമായിട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാനും പഠിക്കും. എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരത് പഠിക്കണം, പഠിച്ചിട്ട് ഈ സമൂഹത്തിന്റെ ചരിത്ര ചിത്രങ്ങളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. ഇന്നത്തെ പൗരത്വ പ്രശ്നം പോലും നിങ്ങൾ നോക്ക്, ആ പ്രശ്നം കഴിയണം. നമുക്കതിനെ നേരിടാൻ കഴിയുന്നത് നമ്മൾ ഇസ്ലാമിക സമൂഹത്തിന്റെ യഥാർത്ഥമായ ഭാഗത്തേക്ക് തിരിച്ചു പോകണം. ഇസ്ലാമിക ഉമ്മത്തിന്റെ ആ അടിസ്ഥാന പ്രവർത്തനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കഴിയും. ഇവിടെ നമ്മൾ പൗരത്വ പ്രശ്നവും കൂടി സൂചിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ ശരിക്ക് നമ്മുടെ പൗരത്വത്തിന്റെ തെളിവായി നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ വളരെ കുറച്ച് ഏതാണ്ട് 2-3 ആളുകളെ അടിയാധാരം പരിശോധിച്ചാൽ കിട്ടുമത്. ഒന്ന് വെളിയങ്കോട് കാക്കത്തറയിൽ ഉമർ ഖാദി തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ഒന്ന് ഖാദിരിയ്യ തുരീഖത്തിന്റെ ആത്മീയ ഗുരു ആരി മുസ്ലിയാർ, ഒന്ന് പോത്തുവണ്ടിക്കാരൻ നമ്മുടെ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ. ഈ 2-3 പേരെ മാത്രം പഠിച്ചാൽ വേറെയൊക്കെ ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങളും ചിത്രങ്ങളും പിന്നെ ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ചരിത്രമൊന്നും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്നോളം നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ കേരളീയ പശ്ചാത്തലം പഠിക്കും. നിങ്ങൾ ഈ കേരളത്തിൽ ഐക്യ കേരളമൊക്കെ രൂപപ്പെടുന്നതിന്റെ കൃത്യമായ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. 1921 മാർച്ച് 2 തൃശൂർ നഗരത്തിലാണ് അതിശക്തമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രകടനം ഈ കേരളക്കരയിൽ നടന്നത്. അല്ല എന്ന് പറയാൻ ഒരു ചരിത്രം ആരുടെ കയ്യിലുണ്ടാവില്ല. മലബാറിൽ അതിശക്തമായി കത്തിജ്വലിച്ച സ്വാതന്ത്ര്യ സമരം ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം പ്രശ്നം തൃശൂരിൽ അന്ന് അടിയന്തരമായി ഒരു പ്രകടനം നടത്തേണ്ട ഗതി വന്നു. കാരണം തൃശൂരിൽ കുറെ ആളുകൾ പാദസേവകരായി വന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ. ഞാൻ പറയുന്ന ചരിത്രം മനസ്സിലാക്കണം. അങ്ങനെ 1921 മാർച്ച് 2 തൃശൂരിൽ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കാൻ കാരണം, നേരത്തെ അവിടുത്തെ രാജ്യസ്നേഹികൾ സംഘടിപ്പിച്ച ഒരു ജാഥയെ അവിടെയുള്ള ചില പ്രത്യേക ഗവൺമെന്റിന്റെ അനുയായികളായ അന്നാട്ടിലെ ചില ആളുകൾ അടിച്ചു തകർത്തു. അതിന് പ്രതിക്രിയ എന്നോണം അതിശക്തമായൊരു പ്രകടനം നടത്തണം. എന്താ തൃശ്ശൂർക്കാർ ചെയ്തത്? നിങ്ങൾ ചരിത്ര പുസ്തകം പഠിച്ചിട്ട് പറ. തൃശ്ശൂർക്കാർ ചെയ്തത്, നേരെ വിളിച്ചു ഒരു മലപ്പുറത്ത് ആള് വന്നു. അവരാദ്യം ചെന്ന് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്ക് വീട്ടിൽ മുഹമ്മദിനെയാണ്. രണ്ടാമത് അവർ പോയി കണ്ടത് മേൽമുറിയിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ചാലിൽ യൂസഫിനെയാണ്. യൂസഫിനെയും മുഹമ്മദിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാപ്പിള ഭടന്മാർ തൃശ്ശൂരിൽ വരണം, നമുക്കവിടെ വമ്പിച്ചൊരു പ്രകടനം നടത്തണം. ആ മാപ്പിള ഭടന്മാരുടെ കൂട്ടത്തിൽ ഹിന്ദു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. 2000 മാപ്പിളമാർ തിരൂരിൽ നിന്ന് വണ്ടി കയറി തൃശ്ശൂരിലെത്തി. ചരിത്രം മറക്കണ്ട. അവർ തൃശ്ശൂരിൽ ഇറങ്ങിയപ്പോൾ
അവരെ സ്വീകരിക്കാൻ വേണ്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ അന്നത്തെ ആ പ്രദേശത്തെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വൈദ്യനാഥ് അയ്യർ, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഗോവിന്ദൻ നായർ, മാറായി കൃഷ്ണമേനോൻ, ഈ അമുസ്ലിങ്ങൾ ഈ മലബാറിലെ മാപ്പിളമാരെ സ്വീകരിച്ച് തൃശൂർ കൊക്കാലിൽ നിന്നും പുറപ്പെട്ട ആ പ്രകടനം ഈ ദേശവിരുദ്ധരായ ബ്രിട്ടീഷ് പാദസേവകരെ ഞെട്ടിത്തെറിപ്പിച്ചു എന്ന് ചരിത്ര പുസ്തകത്തിൽ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട്. സവർണന്മാരുടെ മാസികയായ യോഗാരിക ലക്കം 18 എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിന്റെ കൃത്യതയോട് കൂടിയാ പറയുന്നത്. ചരിത്രം പഠിക്കണം നിങ്ങൾ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ചെയ്ത സേവനം ചെറുതല്ല. ആ സേവന പ്രവർത്തനത്തെ മായ്ച്ചു കളയാൻ ആർക്കും പറ്റൂല. നിങ്ങൾ ചിന്തിക്കണം. ദേവീന്ദർ സിംഗ് ഡിവൈഎസ്പി പിടിക്കപ്പെട്ടു തീവ്രവാദികൾക്കൊപ്പം. ബഹളമില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ ഇരിക്കപ്പുറത്ത്. നിങ്ങൾ ചിന്തിക്ക്. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ ബോംബ്, ബാംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ ബോംബ് വെച്ചു ആദിത്യ റാവു, സംഘപരിവാർ പ്രവർത്തകനാണ്. ബഹളമൊന്നുമില്ല, ഒരു ബഹളവുമില്ല. എന്തേ ഉള്ളൂ? മാനസിക രോഗിയാണ്. അങ്ങനത്തെ ആൾക്കാർ ബോംബ് വെച്ച അപ്പൊ മാനസിക രോഗിയായി ഉറപ്പാ. അവർക്കൊക്കെ മാനസിക രോഗമാണ്. നേരെ മറിച്ച് പിടിക്കപ്പെട്ടാലോ മുസ്ലിം തീവ്രവാദി. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പത്രം ഹിന്ദു തീവ്രവാദി എന്ന് എഴുതിയോ? ഇല്ല. നേരെ മറിച്ച് പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിം ആണെങ്കിൽ അപ്പൊ എഴുതും മുസ്ലിം തീവ്രവാദി. ഞാൻ ആദിത്യ റാവുവിനെ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ തീവ്രവാദിയാണ്, സംഘപരിവാറാണ്. സംഘപരിവാർ ഇന്ത്യ മഹാരാജ് ഹിന്ദുക്കളുടെ ഗണത്തിൽ പെടുത്തേണ്ടവരല്ല. മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയുള്ള ഹിന്ദുക്കളുണ്ട് ഇവിടെ. ഞാൻ 2 ദിവസം മുമ്പ് പ്രസംഗിച്ചത് കൈക്കോട്ട് കടവെന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ജാമ്യയുടെ സമ്മേളനത്തിന്റെ ദിവസം അവിടെ സംഭവിച്ച ഒരു അത്ഭുതകരമായ ചിത്രം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ മനസ്സിലെ ചരിത്രവും ചിത്രവുമാണത്. കൈക്കോട്ട് കടവിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ നാട്ടുകാരന്റെ മുമ്പിലുണ്ട്. അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. എന്റെ സുഹൃത്ത് CT അബ്ദുൽ ഖാദറാണ് ആ വിഷയത്തിൽ നിങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുഹമ്മദ് ആദം എന്ന് പറയുന്നൊരു സുഹൃത്ത്, വടക്കേ കൊവ്വലാണ് അദ്ദേഹത്തിന്റെ വീട്. വടക്കേ കൊവ്വൽ എന്നാൽ കണ്ണൂർ ജില്ലയിൽ തൃക്കരിപ്പൂരിന്റെ അപ്പുറത്തുള്ള ഒരു ഗ്രാമമാണ് വടക്കേ കൊവ്വൽ. ആ വടക്കേ കൊവ്വലില് മുഹമ്മദ് ആദം വളരെ കാലമായി അജ്മീറിൽ അദ്ദേഹത്തിന് ജോലിയാണ്. അജ്മീറിൽ ജോലി ചെയ്യാൻ. അജ്മീറിൽ ജോലി ഈ മുഹമ്മദ് ആദം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഗുജറാത്തിലെ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ട്രെയിനിൽ മരിച്ചു. റെയിൽവേ സ്റ്റേഷൻ വാപ്പി. കാരണം ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനാണത്. ആ ഗുജറാത്തിലെ സൂറത്തിന്റെ പുറത്താ. സൂറത്ത് വിട്ടപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. അതിന് അമൃത്ത റെയിൽവേ സ്റ്റേഷൻ എന്നൊരു വാപ്പിയിൽ ഇറക്കി. റെയിൽവേ പോലീസ് മയ്യത്ത് ഏറ്റെടുത്തു. അതിരാവിലെ 6 മണിക്കാണ് ഈ ഗ്രാമത്തിൽ വിവരം കിട്ടുന്നത്. ID കാർഡും ടിക്കറ്റും ഡീറ്റെയിൽസും നോക്കിയിട്ട് ഇന്നയാൾ മരിച്ചിരിക്കുന്നു. റെയിൽവേ പോലീസിന്റെ ഇൻഫർമേഷൻ. ഈ റെയിൽവേ പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യമായി നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്ക് ബന്ധപ്പെട്ട് നേരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലേക്ക് വിളിച്ചു. ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലേക്ക് വിളിച്ച് അവിടെയുള്ള KMCCയുടെ പ്രവർത്തകൻ ഫൈസലിനെ വിളിച്ചു. ഫൈസൽ പറഞ്ഞു, ഇവിടുന്ന് 7 മണിക്കൂറാണ് വാപ്പിയിലേക്ക്. 7 മണിക്കൂർ, 7 hours. എന്ത് ചെയ്യും? എങ്കിലും ഞാൻ ശ്രമിക്കാം, ഞങ്ങൾ പുറപ്പെടാം. പക്ഷെ നിങ്ങൾ അനുബന്ധ സംവിധാനങ്ങൾ കൂടി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു. അറിയാവുന്നിടത്തൊക്കെ ബോംബെ മുസ്ലിം ജമാഅത്തിനെ ബന്ധപ്പെട്ടു, ഡൽഹിയിലെ പ്രവർത്തകരെ ബന്ധപ്പെട്ടു, ബീഹാറിലെ കിഷൻഗഞ്ചിലുള്ള ബഹുമാനായ സുബൈർ ഹുദവി അടക്കം ബന്ധപ്പെട്ടു. അവരൊക്കെ ബോംബെയിൽ നിന്നാണ് അങ്ങോട്ട് എളുപ്പം, കൂടുതൽ അങ്ങോട്ട് സൗകര്യം അതാണെന്ന് പറഞ്ഞു. ബോംബെയെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നേരത്തെ ആദ്യം വിളിച്ച അഹമ്മദാബാദിലെ KMCC പ്രവർത്തകൻ വിളിച്ചു. ഫൈസൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം കൊണ്ട് ഒരാൾ വിളിക്കും, മലയാളി സമാജത്തിന്റെ പ്രസിഡന്റാണ്, അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഉടനെ തന്നെ ഇവർ വിളി പ്രതീക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഫോണിന്റെ മറുവശത്തൊരു ശബ്ദം. ഞാൻ T തുളസീധരൻ പിള്ള, കൊല്ലം ജില്ലക്കാരനാണ്. ഞാനിവിടെ 31 കൊല്ലമായി ഗുജറാത്തിൽ. ഞാൻ ഈ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ ഈ മയ്യത്ത് ഏറ്റെടുത്തത് ക്രമപ്രകാരം നാട്ടിലേക്ക് അയച്ചു തരാം, ഞാൻ സന്നദ്ധനാണ്. തുളസീധരൻ പിള്ള, അതിനു വേണ്ട സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാൻ ഇവിടെ ഒരു പ്രഗത്ഭനായ പോലീസ് ജയന്തിഭായ് പട്ടേൽ എന്റെ സുഹൃത്താണ്. ആ ജയന്തിഭായ് പട്ടേൽ എന്ന് പറയുന്ന പോലീസുകാരനും തുളസീധരൻ പിള്ളയും കൂടി മെസ്സേജ് കൊടുത്തു. തുളസീധരൻ പിള്ളയുടെ മെസ്സേജ് കിട്ടിയപ്പോൾ വീട്ടുകാർ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഞാൻ ഇത് ഏറ്റെടുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവനാണ് എന്നൊരു രേഖ തന്നാൽ മതി. ഭാര്യ ഉടനെ തന്നെ രേഖ അയച്ചു കൊടുത്തു. എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സഹോദരൻ, അവർ ബ്രദർ, ഞങ്ങളുടെ സഹോദരൻ തുളസീധരൻ പിള്ള അത് ഏറ്റെടുക്കുന്നു എന്ന് എഴുതിയാൽ മതി. അങ്ങനെ എഴുതി പെണ്ണ് ഒപ്പിട്ട് കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിലെ രേഖ കൈമാറി. മയ്യത്ത് റെയിൽവേ പോലീസ് ഏറ്റുവാങ്ങി 15 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒരു ഇമാമിനെ മുസ്ലിങ്ങളെ ബന്ധപ്പെട്ട ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വേണ്ട ക്രമീകരണം വരുത്തി അത് ആംബുലൻസിലാക്കി നേരെ തൃക്കരിപ്പൂരിന്റെ അപ്പുറത്തെ ഈ ഗ്രാമത്തു തുളസീധരൻ പിള്ള. ആ തുളസീധരൻ പിള്ള സംഘപരിവാറുകാരനല്ല. ആ തുളസീധരൻ പിള്ള അവിടുത്തുകാർ വീണ്ടും ബന്ധപ്പെട്ടു.
അദ്ദേഹത്തിന്റെ മെസ്സേജ് എന്റെ ഫോണിൽ പോലും അദ്ദേഹം ഇട്ടൊരു മെസ്സേജ്. ആ തുളസീധരൻ പിള്ള അവിടെ സംഘപരിവാറുകാരനായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജ് ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ അതിൽ സംഘപരിവാറിനെതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് നോക്കാതെ അദ്ദേഹം അത് ഫോർവേഡ് ചെയ്തപ്പോ അദ്ദേഹത്തെ ചില ആളുകൾ കുറ്റപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു, മലയാളത്തിൽ തന്നെ. ആ മെസ്സേജ് ഹിന്ദിയിലും ഇട്ടു. സംഘപരിയുടെ ബന്ധമാണ്, അത് സ്നേഹത്തിന്റെ ബന്ധമാണ്. ആ ബന്ധമാണ് രാജ്യത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിന് ഇസ്ലാം ഒരിക്കലും തടസ്സമല്ല. ആ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രവും ചിത്രവും പഠിപ്പിക്കുന്നതല്ലേ. ആ ബന്ധത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം നമ്മൾ. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ ആലി മുസ്ലിയാരെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ അടക്കമുള്ള മഹത്തുക്കൾ. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ജയിലിലേക്ക് പോകുമ്പോ, മഹാനായ ആലി മുസ്ലിയാർ ജയിലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു ക്രിമിനൽ കുറ്റത്തിനുമല്ല, അദ്ദേഹത്തിന്റെ കുടുംബപരമായ പ്രശ്നത്തിലല്ല, രാജ്യത്തിന്റെ പ്രശ്നത്തിനാ. മഹാനായ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, ഞാൻ കമ്പനി ഭരണകൂടത്തിന് നികുതി തരില്ല എന്ന് പറഞ്ഞു. ിന്റെ പദം കൂട്ടാതെ ചോദിക്കാൻ പാടില്ല, രണ്ടും തെറ്റായി പോയി. പോലീസുകാരത് ഗൗരവത്തിലെടുത്തു. നീബ് വന്ന് ആരാന്ന് ചോദിച്ചു. ഇതാണ് നികുതി നിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. നിങ്ങളാണോ ഉമർ? അതെ, ഞാനാണ് ഉമർ. നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങൾ ലാലിമീങ്ങളാണ്, നികുതി തരില്ല. ഉമർ ഖാദി തങ്ങൾ അത് പറഞ്ഞപ്പോ നീബുവിന് മനസ്സിലായില്ല. ലാലിമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയില്ലല്ലോ. അയാൾ ചോദിച്ചു, വാട്ട് ഡു യു സേ? അയാളെ ഭാഷയിൽ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ചോദിച്ചു, മാതാ തക്കൂലിയാ ബത്താലെന്ന് ചോദിച്ചു. രണ്ടാൾക്കും തിരിഞ്ഞില്ല. അതിശക്തമായ വാഗ്വാദം. അവിടെ തന്നെ പോലീസുകാർ ഇടപെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ചാർത്തി. ലോകകപ്പിൽ ഉമർ ഖാദി തങ്ങൾ അല്പം വെള്ളം ചോദിച്ചു. ആ വെള്ളം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു, നിസ്കരിച്ചു. നിസ്കരിക്കുന്നത് കണ്ടതാ. പറവുകാരൻ ഉറങ്ങി. ഉമർ ഖാദി തങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നേരം വെളുത്ത് നോക്കുമ്പോൾ ഉമർ ഖാദി തങ്ങളെ കാണാനില്ല. അദ്ദേഹം എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. അന്വേഷിച്ചപ്പോൾ കോടഞ്ചേരിയിൽ എവിടെയുണ്ട്, വെളിയങ്കോട് അടുത്ത്. പോലീസുകാർ വെളിയങ്കോട്ട് വന്നു. ഉമർ ഖാദി അത് കേട്ട് അവിടെ ജനങ്ങളെ പീഡിപ്പിക്കേണ്ട എന്ന് കരുതി വെളിയങ്കോട്ട് വന്നു. നേരെ വെളിയങ്കോട്ട് വന്ന് ബഹുമാനപ്പെട്ടവർ വെളിയങ്കോട്ടെ പള്ളിയിൽ കയറി നിസ്കരിച്ച്. ബ്രിട്ടീഷുകാർ എന്തിനാണ് വന്നതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച ഒരു കുറ്റപത്രം കൊണ്ടാണ് വന്നിട്ടുള്ളത്. കലക്ടർ മേക്ലിൻ കോഴിക്കോട്ട് നിന്ന് പ്രത്യേകം കുറ്റപത്രം എഴുതി കൊടുത്തയച്ചിട്ടുണ്ട്. മേക്ലിനാണ് കോഴിക്കോട് കലക്ടർ. എന്താ കുറ്റം? ഉമർ ഖാദി തങ്ങൾ വലിയ കുറ്റം ചെയ്തു. ഒന്ന്, തടവ് ചാടി, കമ്പനിക്കും നികുതി തരില്ല എന്ന് പറഞ്ഞു, കമ്പനി ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഇത് വലിയ കുറ്റമാണ്. ആ കുറ്റപത്രം എഴുതി വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. മഹാനായ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, ഞാൻ വരാം. 2 റക്അത്ത് കൂടി നിസ്കരിച്ച് പള്ളിയിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് പള്ളിയുടെ വാതിൽക്കലുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന മരക്കാർ എന്ന് പറയുന്നൊരു സുഹൃത്ത്. പേര് സൈനുദ്ദീനാണ്. താരീഖിലുള്ളത് സൈനുദ്ദീനിൽ മദ്ഉവി മരക്കാർ. മരക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മരക്കാരെ, ഞാൻ ബ്രിട്ടീഷുകാരന്റെ ജയിലിലേക്ക് പോവാൻ. ആ വാക്ക് കേട്ടതോടുകൂടി മരക്കാരുടെ കബറൊന്ന് പൊട്ടി. കബറൊരൊറ്റ പൊട്ടാണ്. കബറ് പൊട്ടിയ അടയാളം ഇന്നും അവിടെ പോയാൽ കാണാൻ പറ്റും. കുഞ്ഞിട്ട് മനസ്സിലെ തല കുലുക്കുന്നു പോയി കണ്ടതുകൊണ്ടാണത്. നിങ്ങൾ പോയി നോക്ക്. മാത്രമല്ല താരീഖുണ്ട്, വമിൻ കറാമാതിഹിൽ കുബറല്ലതി സുഖിറത് ശകുല്ലി ഖബരി മരക്കാരിൻ കമാ ലഹറ ഹാദാ ബി ഖുർബി മസാരി ശൈഖി ഖിസ്സതുഹു മഅലൂമത്തുൻ ശകുഹുൽ മദ്കൂറു ഹൈതു യുറാ. അതിലപ്പുറം എന്താ വേണ്ടത്? സാക്ഷ്യപത്രം. പഴയകാലത്തെ പണ്ഡിതന്മാരൊന്നും കള്ളക്കവിത എഴുതൂല. മഹാന്മാര് പറഞ്ഞ വാചകമാണത്. വമിൻ കറാമാതിഹിൽ കുബറല്ലതി സുഹിറത്. മഹാനായ ഉമർ ഖാദി തങ്ങളുടെ വലിയ കറാമത്തിൽപ്പെട്ട ഒന്നാണ് ശകുല്ലി ഖബരി മരക്കാരിൻ കമാ ലഹറ. നിങ്ങൾക്ക് പ്രകടമായി കാണാൻ പറ്റും വിധം മരക്കാരെ കബർ പുലർത്തിയത്. എവിടെയാണതെന്ന് ശങ്കിക്കണ്ട. ഹാദാ ബി ഖുർബി മസാരി ശൈഖി ഖിസ്സതുഹു. മഹാനായ ഉമർ ഖാദി തങ്ങളുടെ കബറിന്റെ സമീപം തന്നെയാണ്. പിന്നീട് ഉമർ ഖാദി തങ്ങൾ അവിടെയാണ് മറവ് ചെയ്തത്. മഅലൂമത്തുൻ ശകുഹുൽ മദ്കൂറു ഹൈതു യുറാ. ഇന്നും നിങ്ങൾക്ക് കാണപ്പെടുന്ന തരത്തിൽ പറയപ്പെടുന്ന സംഭവം പോയി കണ്ടാൽ മതി. ആ ഉമർ ഖാദി തങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ പോലീസിന്റെ എല്ലാം റെഡിയാണ്. ഇടിവണ്ടി കയറ്റാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ആ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റൂല, ഞങ്ങൾ പല്ലക്കിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. പല്ലക്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പ്രോട്ടോകോളിനെതിരാണ്, പറ്റൂല. കാരണം കുറ്റവാളിയെ കൊണ്ടുപോകേണ്ടത് ഇതിലാണ്. ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ എന്ത് തോക്കും ലാത്തിയും പ്രയോഗിച്ചാലും ഞങ്ങളുടെ ഗുരുനാഥനെ പല്ലക്കിലെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരൂ. അവസാനം പോലീസിന്റെ ലാത്തിയും പോലീസിന്റെ തോക്കും പോലീസിന്റെ വാക്കുമൊക്കെ ഒതുങ്ങി. കാരണം ഈ ശിഷ്യന്മാരുടെ സ്നേഹം കണ്ടുകൊണ്ട് അതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അവരൊറക്കെ പറഞ്ഞു, പല്ലക്കിനപ്പുറം ഒന്നുമില്ല. അവസാനം അതിന് ചുമതലപ്പെടുത്തപ്പെട്ട നീബു അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, സമാധാനമാകൂ, എങ്ങനെങ്കിലും ഒന്ന് കോഴിക്കോട്ട് എത്തിച്ചു തന്നാൽ മതി. സാധനം കോഴിക്കോട്ട് എത്തി കിട്ടിയാൽ മതി. അങ്ങനെ കോഴിക്കോട്ടേക്ക് പല്ലക്കിൽ തെക്കുബീർ ചൊല്ലി കൊണ്ടുപോയി. തെക്കുബീർ ചൊല്ലി പല്ലക്കിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ടവരെ ജയിലിലിട്ടു. പക്ഷെ ജയിലിലിടും മുമ്പ് ബുദ്ധിമാനായ മേക്ലിൻ ആ കടന്നു വരുന്ന ജനസമൂഹത്തിന്റെ ആരവം കണ്ടുകൊണ്ടും തെക്കുബീർ ധ്വനി കേട്ടുകൊണ്ടും
ഈ മനുഷ്യനോടുള്ള ബഹുമാനത്തിന്റെ വലിയ അളവ് മേഖലിന്റെ മനസ്സിൽ കയറിയതുകൊണ്ട് മേഖലിന് ഉമർ ഖാദി തങ്ങൾക്ക് കസേരട്ട് കൊടുത്തിരിക്കുന്നു. കസേരട്ട് കൊടുത്തിരുത്തി കലക്ടർ കസേരട്ട് കൊടുത്തു. കസേരയിട്ട് കൊടുത്തിട്ട് കലക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടെന്ന് എനിക്ക് ബുദ്ധിയായി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ജയിലിൽ കിടക്കേണ്ട ആളല്ല. നിങ്ങളിതാ ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി, ഒരു മാപ്പ്. നികുതി ഇനി തരുമെന്നും ഇതുവരെ തരാതിരുന്ന തെറ്റായി എന്നും മാത്രം എഴുതിയാൽ മതി, ബാക്കിയൊക്കെ വിട്ടു എന്ന് പറഞ്ഞു. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, രണ്ടും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും തയ്യാറല്ല. 4 തവണയിലധികം മാപ്പ് എഴുതി കൊടുത്ത VD സവർക്കർ അന്തമാനിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ചരിത്രം ഇന്ത്യക്കുണ്ടെങ്കിൽ ഒരു ചെറിയ തുണ്ട് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഉമർ ഖാദി തങ്ങൾ തയ്യാറായില്ല. ഞാൻ ജയിലിൽ പോകും. അദ്ദേഹം ജയിലിലടച്ചു. മേഖലിന് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. മേഖലൻ ജയിലിലടച്ചു. അന്ന് രാത്രി ഉമർ ഖാദി തങ്ങൾ കാവൽ നിൽക്കുന്ന പോലീസുകാരനോട് ഒരു പേപ്പർ ചോദിച്ചു, ഒരു കവിത എഴുതാൻ. ആ കവിത എഴുതാൻ വേണ്ടി പേപ്പർ ചോദിച്ചു. ആ കവിത എഴുതുന്നത് കത്താണ്. വലിയുള്ളാഹി കുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മമ്പുറത്തെ തങ്ങൾക്ക് ആ കത്തിന്റെ തുടക്കം തന്നെ മനോഹര. വബഅദു ഫതശ്രീഫുസ് സലാമിൽ മുഅബ്ബദി ഇലാ ഹളറത്തിൽ അലവി ശൈഖി വമുർശിദി. എന്റെ ഷെയ്ഖും മുർഷിദുമായ മമ്പുറത്ത് തങ്ങൾ കത്തിങ്ങനെ തുടങ്ങാൻ. എന്നിട്ട് ആ കത്തിൽ ഇങ്ങനെ മനോഹരമായിട്ട് മമ്പുറത്ത് തങ്ങളെ പുകഴ്ത്തുന്നുണ്ട്. ലഹു ഫീ തിരൂരങ്ങാദി ഫീ അർളി മൻഫുറം അയാലുൻ ദിയാറും മഖാമിൻ വമസ്ജിദി. അങ്ങനെ പുകഴ്ത്തി 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 ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം മനസ്സ് തൊട്ട് പറഞ്ഞു, ഫസലാമും മിനൽ മഹ്ബൂസി ഖദ്ദാമികും ഉമർ. നിങ്ങളെ ഖാദിമായ ഉമർ ഹബ്സ് എന്നാണ് ഈ സലാം പറയുന്നത്. തങ്ങൾക്ക് കത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീബു എന്ന് പറയുന്ന അക്രമി ഫസയ്യറനി ഫിൽ ഹബ്സി സാഹിബു തുഖ്ടി അലാ ളുൽമി നീബു സാഹിബിൻ വഹുവ മുഅ്തദി. അക്രമിയായ നീബു, അവനാണ് എന്നെ തടവിലിട്ടിരിക്കുന്ന അപകടകാരിയാണ് അവൻ. മമ്പുറത്ത് തങ്ങൾ ഈ കത്ത് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കല്ല. പക്ഷെ മമ്പുറത്ത് തങ്ങൾക്ക് അറിയില്ലല്ലോ ഈ കത്ത് കൊടുത്തയക്കണം അങ്ങോട്ട്. മമ്പുറത്ത് തങ്ങൾ ആളെന്നും പറഞ്ഞിട്ടില്ല. ഉമർ ഖാദി തങ്ങൾ ഈ കത്ത് കൊടുക്കുന്നത് പോലീസുകാരന്റെ കയ്യിലാണ്, കാവൽ നിൽക്കുന്ന പോലീസുകാരന്റെ കയ്യിൽ. കാവൽ നിൽക്കുന്ന പോലീസുകാരൻ കത്ത് കൊണ്ടുപോയിട്ട് അതൊരാൾ, അതങ്ങനെയാണ്, ഒരു പുള്ളി ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൊടുക്കില്ല, കത്തൊക്കെ കൊടുക്കും. ഇത് വായിച്ചിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഇത് മറിച്ചു കിട്ടി ഇവന് കുറെ അറബിയ കാണുന്നത്. ഈ പോലീസുകാരൻ എന്താ? പക്ഷെ ഈ പോലീസുകാരന് കൊടുത്ത കത്തിൽ ഉമർ ഖാദി തങ്ങൾ എഴുതിയത് എന്താ? അതാണ് ഉമർ ഖാദി തങ്ങളെ തമാശ. ഞാൻ ദൂരെ എടുക്കോ ചാടിപ്പോന്ന് വിളിച്ചിട്ട് ഒരു കാഫറായ ഹയവാൻ അവിടെ കാവലെത്തിയിട്ടുണ്ട്. ആ ഹയവാന്റെ കയ്യിൽ അത് കൊടുക്കണതും ആ ഹയവാൻ അത് കൊണ്ടുപോകണതും അതാണ് ഉമർ ഖാദി തങ്ങളെ പ്രത്യേകത. അങ്ങനെ തന്നെ പറഞ്ഞു. ആ സാധു കൊണ്ടുപോയി മമ്പുറത്ത് കത്തെത്തി. തങ്ങൾ കത്തിങ്ങനെ തുറന്നു. കത്തിന്റെ തുടക്കം മുതൽ മമ്പുറത്ത് തങ്ങൾ ആവേശഭരിതനാവുകയാണ്. ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഉമർ ഖാദി തങ്ങളെ ചരിത്ര പുസ്തകത്തിലുമുണ്ട്, അനുബന്ധ ചരിത്രങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഖുതുബുസ്സമാൻ ഈ കത്തിങ്ങനെ വായിച്ചിട്ട് ആ കത്തിന്റെ അവസാനത്തെ 2 വരി വായിച്ചപ്പോ അതിന്റെ രോമങ്ങൾ വിജൃംഭിതമായി. രോമങ്ങൾ എന്താ എഴുതിയിട്ടുള്ളത്? നുഫൂസുൽ വറാലിൽ മൗതി ഫല്ലാഹു ഖലഖഹാ ഫമൗതു സബീലില്ലാഹി ഖൈറുൽ ലിമുഹ്തദി. ഹിദായത്തുള്ളൊരു മനുഷ്യന് ബ്രിട്ടീഷുകാരെ സഹിച്ചു നിൽക്കാൻ കഴിയില്ല. സമരം ചെയ്ത് മരിക്കലാ നല്ലത്. വൈദേശിക അധിനിവേശത്തിനെതിരെ സമരം ചെയ്ത് മരിക്കണമെന്ന് കത്തിലൂടെ മമ്പുറത്തെ തങ്ങൾക്ക് ഉമർ ഖാദി തങ്ങൾ എഴുതിയപ്പോ മമ്പുറത്തെ തങ്ങൾ ആവേശഭരിതനായി മഹലിലെ ഉമറാക്കളെ വിളിച്ചു. ഉലമാക്കൾ നേതൃത്വം കൊടുത്തു. ഒരു വമ്പിച്ച സമരത്തിന് രൂപം കൊള്ളുന്നുണ്ട്. മേക്ലിൻ ബുദ്ധിമാനാണ്. മേക്ലിന്റെ ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിച്ചു. മലബാറിൽ ഒരു സമരം രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലി കോഴിക്കോട്ടേക്ക് ഒഴുകിയാൽ ബുദ്ധിമുട്ടാണ്. മേഖലിന് ബുദ്ധി പ്രയോഗിച്ചു. എല്ലാ ചാർജ് ഷീറ്റും പിൻവലിച്ച് ഒരു കേസും എടുക്കാതെ ഒന്നും ബാക്കി നിർത്താതെ ഉമർ ഖാദി തങ്ങളെ പൂട്ട് തുറന്ന് സമൂഹത്തിലേക്ക് വിട്ടു. ഈ സംഭവം ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി 1819 ഡിസംബർ 18 ഉമർ ഖാദി തങ്ങൾ ജയിലിൽ അടക്കപ്പെടുന്നതും ജയിലിൽ അദ്ദേഹം കയറുന്നതും കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ. ആ ഉമർ ഖാദി തങ്ങളെ ഒരു ചാർജ് ഷീറ്റുമില്ലാതെ മലബാറിന്റെ മണ്ണിലേക്ക് ഈ സമൂഹത്തിന്റെ സമരാവേശത്തിന്റെ കാരണം കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അദ്ദേഹത്തെ പുറത്തുവിട്ടുവെങ്കിൽ ഇന്ത്യയിലെ നിയമത്തെ ഈ രാജ്യത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും മതേതരവാദികളും ചേർന്ന് ചെറുക്കുമ്പോ നിങ്ങൾക്ക് ആ നിയമം നടപ്പാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊന്ന് പറയട്ടെ. ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ചെലവിലേക്ക് നിങ്ങൾ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള സംഭാവനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന, ഒരു ദിവസം 100 രൂപ, ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാമല്ലോ നമുക്ക്. ഒരു 100 രൂപ എല്ലാവരും എടുത്ത് കൈ പിടിക്കും. ഏതായാലും നാളെ പരിപാടി നിങ്ങൾ പേടിക്കണ്ട. നമ്മളിപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും
കാശ്മീരിനെ വെട്ടിമുറിച്ചപ്പോഴും ബാബരി മസ്ജിദ് പോയപ്പോഴും ഗുജറാത്തിൽ കുറേ ആളുകൾ പുറത്തായപ്പോഴും നമ്മൾ ഇളകിയിട്ടില്ല. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങിപ്പോണ്ടി വരും തോന്നിയപ്പോൾ നിങ്ങളൊക്കെ ഇളകിയിട്ടില്ല. ഞാൻ അടക്കം ഇതുവരെ നമുക്ക് ഇളക്കൊന്നുമില്ല. നമ്മളെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാം. നമുക്ക് നല്ലതിന് വേണ്ടി കൊടുക്കുക, നന്മ ചെയ്യുക. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത് 10:15 വരെ പറയാം, 2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. മഹാനവറുകൾ ഇവിടെ ഈ വേദിയിൽ കടന്നു വരും. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചത് ഈ ഒരു ഉമർ ഖാദി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട ആലി മുസ്ലിയാർ വെറൊരു 10 കൊല്ലം പൊന്നാനി പള്ളിയിൽ കിതാബോധി പഠിച്ച പ്രമുഖനായ പണ്ഡിതനാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു പരിശുദ്ധ കഅബ ഷരീഫിന്റെ അടുത്ത് പോയി അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വളരെ മനോഹരമായ ഇൽമു പഠിച്ചു. വാര്യംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ ഇവരൊക്കെ അയൽവാസികളാണ്. ആലി മുസ്ലിയാർ വാര്യംകുന്നനും അയൽവാസികളാണ്. 10 കൊല്ലം ഇദ്ദേഹം കിതാബോധി പൊന്നാനിന്ന് പഠിച്ചിട്ട് പിന്നെ മുഹമ്മദ് ഹിസ്ബുല്ലാ സുലൈമാനുൽ മക്കി തങ്ങളെ ശിഷ്യനായി മക്കത്ത് പോയിട്ട്. മുഹമ്മദ് ഹിസ്ബുല്ലാ സുലൈമാനുൽ മക്കി ദാഹം തീരാഞ്ഞിട്ട് പിന്നെ ഷെയ്ഖ് സൈനി ദഹ്ലാൻ തങ്ങളെ ശിഷ്യനായി. അവിടുന്ന് നേരെ വന്ന് ലക്ഷദ്വീപിലെ കവരത്തിയിൽ മുദരിസായി. കവരത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹം നേരെ മലപ്പുറത്തടുത്ത് പൊടിയാട്ട് പാറമ്മൽ പള്ളിയിൽ മുദരിസായി. പിന്നെ പാറമ്മൽ പള്ളിയിൽ നിന്ന് പിന്നെ KC ഉസ്താദ് ദർസ് നടത്തിയിരുന്ന പൊടിയാട്ട പള്ളിയിൽ ആലത്തൂർ പടി മുദരിസായി. പിന്നെ തൊവ്വൂരെടുത്ത തൊടികപ്പുറത്ത് മുദരിസായി. പിന്നെയാണ് ബഹുമാനപ്പെട്ടവർ തിരുരങ്ങാടിയിലേക്ക് പോകുന്നത്. ആ മഹാനായ പണ്ഡിതൻ, ആ ചരിത്രം പറയാൻ സമയമില്ല. ഒരു സമയനിഷ്ഠ പാലിക്കൽ അനിവാര്യമാണെന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിലാകാം. ആ രീതിയിൽ ഈ മഹത്തുക്കളെ 3 പേരെ ഞാൻ പറഞ്ഞത്, അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആലി മുസ്ലിയാരെ സ്നേഹിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർക്ക് തിരുവരങ്ങാടി സംഭവത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊരു ഭീതി പരന്നപ്പോ, കോട്ടക്കച്ചന്തയിൽ നിന്നും ഈ വാർത്ത പരന്നപ്പോ ആനക്കയത്തുന്ന 6000 ഭടന്മാരെയും കൊണ്ടൊരു മാർച്ച് നടത്തി. 6000 ഭടന്മാർ. ആ 6000 വാര്യംകുന്നന്റെ പോരാളികളുടെ കൂട്ടത്തിൽ 500 പേര് ഹിന്ദുക്കളായിരുന്നുവെന്ന് കൃത്യമായി ചരിത്ര പുസ്തകത്തിന്റെ സർദാർ ചന്ദ്രത്തിനെ പഠിക്കും നിങ്ങൾ. 500 പേര് ഹിന്ദുക്കളായിരുന്നു. ആ ഒരു ബന്ധം ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. അതൊന്നും വർഗീയതയായിരുന്നില്ല. നമ്മളെ വെളിപ്പാടകല ഇവിടെയല്ലേ അങ്ങാടിപ്പുറത്തെ മുതൽപുരയെടുത്ത് നാരായണ മേനോന്റെ പെങ്ങളുടെ കുട്ടി ശിവശങ്കര മേനോൻ ഡൽഹിയിൽ ഡോക്ടറായിരുന്നല്ലോ. ശിവശങ്കര മേനോൻ എഴുതിയ പുസ്തകം വായിക്കുക. അങ്ങാടിപ്പുറത്തെ ശിവശങ്കര മേനോൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മനോഹരമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്ക്. മതസൗഹാർദ്ദത്തിന്റെ ചരിത്രം ശിവശങ്കര മേനോൻ പറഞ്ഞു തരും. നിങ്ങളെ വെളിപ്പാടകലയുള്ള ഈ മുതൽപുരയെടുത്ത നാരായണ മേനോന്റെ പെങ്ങളുടെ മകൻ ഡൽഹിയിൽ ആശുപത്രിയിൽ പീഡിയാട്രിസ്റ്റ് ആയിരുന്ന, ശിശുരോഗ വിദഗ്ധനും പ്രൊഫസറുമായിരുന്ന PS എന്ന് പറയുന്ന ബഹുമാന്യനായ ശിവശങ്കരൻ നായർ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പുസ്തകം. പഠിക്കും നിങ്ങൾ. രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെ കുറിച്ച് പഠിക്കാതെ ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷം തുപ്പുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നിയമമാക്കാനും അത് ഈ രാജ്യത്ത് കൊണ്ടുവരാനും ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അപകടകരമായ അവസ്ഥ ഇന്ത്യൻ മതേതരത്വത്തിനുണ്ടാകുമ്പോ അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ എനിക്കും നിങ്ങൾക്കുമുണ്ട്, രാജ്യത്തിനുണ്ട്. നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട, ആരെയും എതിർക്കണ്ട. നമുക്ക് ഈ രാജ്യത്ത് സൗഹൃദത്തോടെ ജീവിക്കണം. ജനിച്ച മണ്ണിൽ അതിന് തടസ്സമാകുന്ന എന്തുണ്ടെങ്കിലും ശരി, ചരിത്രം നിരത്തി വെച്ചുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ നമുക്ക് കഴിയും.